ഹലോ പ്രിയപ്പെട്ടവരെ, ഇതെന്താ പറയുക, മധുരക്കിഴങ്ങ് നമ്മൾ നട്ടിട്ട് കിട്ടിയില്ല. അപ്പോൾ കൊതിയായിട്ട് മേടിച്ചത്. ഇന്ന് ഉച്ചക്ക് ഇത് മതി, ചോറൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ 2 കാടാമുട്ട, ഹസ്ബൻഡിന് ഇതും കാടാമുട്ടയും. ചോറ് വേണ്ട അറിഞ്ഞിന്. എനിക്ക് ഈ മധുരക്കിഴങ്ങും കട്ടൻ ചായ, അത് മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നില്ലൂ. നിങ്ങളെല്ലാം കഴിച്ചാൽ നിങ്ങളെല്ലാം ഫോട്ടോ കണ്ടിട്ട് ചോറും വേവിച്ചിട്ട് ഫോട്ടോത്തിൽ കൂടിയിട്ട് എനിക്ക് മാനസികമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കേൾക്കുന്ന പോലെ തന്നെ എനിക്ക് സന്തോഷത്തിൽ അത് തിന്നാനും പറ്റലുണ്ട്. നിങ്ങൾ കാണിക്കുന്ന എല്ലാ പോസ്റ്റും, ഫുഡിൻ്റെ പോസ്റ്റില്ലേ, റീൽസ് എല്ലാം ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്കിത് ധാരാളം മതി. ആ സന്തോഷത്തിൽ എനിക്കിത് അത് കഴിച്ച പോലെ തന്നെ ആവും. എല്ലാവരും പോസ്റ്റ് നോക്കട്ടെ, ഞാൻ ഇത് കഴിക്കട്ടെ, കട്ടൻ ചായ വെക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഭ്രാന്ത് എന്നല്ലേ? ഭ്രാന്തല്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞാകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തെല്ലാം കണ്ടം കൃഷിയിലെ വായയിൽ അതിൽ ഇടക്കാല വിളവായിട്ട് വെള്ളരി, കിഴങ്ങ്. അപ്പം ഞാനും കൈക്കോട്ടും കൊണ്ടെല്ലാം പായും. അപ്പം അമ്മ ചീത്ത പറയും, നീ അവിടെ പായുന്നത്. അപ്പോൾ ഞാൻ ഈ കൈക്കോട്ടും കൊണ്ട് പോകുമ്പോൾ മൺവെട്ടി കൈക്കോട്ട് പറഞ്ഞാൽ, അപ്പോൾ അവർക്കറിയാം ഇവള് വന്നത് ഒരു ശാല ഓക്ക് മാത്രം സ്വന്തം ഇങ്ങനെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേ കൃഷിയോടെല്ലാം വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ചാലിങ്ങനെ എടുത്തിട്ട് തരും. അപ്പം എനിക്ക് സ്വന്തമായിട്ട് തന്നെ ആടാ കിഴങ്ങായി. അങ്ങനെ ഞാൻ നട്ടിട്ട് എത്ര ചെറുത്ത് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലെല്ലാം പഠിക്കുമ്പോൾ പിന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആയിരുന്നു. അച്ഛൻ പോയതിനോടുകൂടി എൻ്റെ ജീവിതം കട്ടപ്പോകയായി. പിന്നെ ആദ്യം കല്യാണം കഴിച്ചിട്ട് ഹസ്ബൻഡിനെ കിട്ടിയ പിന്നെയാണ് ഞാൻ ആദ്യം എൻ്റെ ആ കഴിവ് എന്തെന്ന് ജീവിക്കാൻ തുടങ്ങിയത്. പച്ച വെച്ചത് ജീവൻ വെച്ചത് എന്ന് പറയാം. ഞാൻ ചായ കട്ടൻ ചായ വെക്കട്ടെ, കൊതിയായി.